രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതു പാലം പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും കേട്ടോ. ഉച്ചയ്ക്ക് 3:30 ഉദ്ഘാടനം. കടൽ പാലത്തിലൂടെ സഞ്ചരിച്ച് പ്രധാനമന്ത്രി നവി മുംബൈ വിമാനത്താവള മേഖലയിലെ ഉദ്ഘാടന വേദിയിലെത്തും. കാണാം അടൽ സേതുവിന്റെ വിശേഷങ്ങൾ. അനുശ്രീ വത്സൻ ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് അനുശ്രീ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് പാലത്തിന്റെയും പ്രധാനമന്ത്രി ഇന്ന് വരുന്ന ചടങ്ങിന്റെയും വിശേഷങ്ങൾ ഒന്ന് കേട്ടാലോ? തീർച്ചയായും മോത്തി, ഗുഡ് മോർണിംഗ്. നല്ല വിശേഷങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ഈ കടൽപ്പാലത്തിനെ കുറിച്ച് പറയാനുള്ളത്. മുംബൈ ട്രാൻസ്ഫർ ലിങ്ക് എന്ന് പറയുന്ന ഈ കടൽപ്പാലം അറിയപ്പെടുന്നത് അടൽ സേതു എന്ന പേരിലാണ്. അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഈ പേര് ഈ കടൽപ്പാലത്തിന് സംഭവിച്ചിരിക്കുന്നത്. ലോകാത്ഭുതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ 7 ഉണ്ട് താനും. എന്തായാലും ആ അത്ഭുതങ്ങളുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ ഈ കടൽപ്പാലത്തെ കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. അത്രയേറെ സുന്ദരമായി അത്രയേറെ അത്ഭുത കാഴ്ചകൾ ഒരുക്കുകയാണ് ഈ കടൽപ്പാലം. കാരണം 22 കിലോമീറ്റർ നീളത്തിലാണ് ഈ കടൽപ്പാലം ഒരുക്കിയിരിക്കുന്നത്. ചൈനയിലെ സമാനമായ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നു. ഇത് കണ്ടോണ്ടിരുന്ന ഒരു തവണ ഇതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതോ ഇത് ചൈനയ്ക്ക് മാത്രമേ സംഭവിക്കുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തും സംഭവിക്കും, നമ്മുടെ രാജ്യത്തിനും ഇത് പറ്റും എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ കടൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിലൂടെ. 2016 മോദി തന്നെ ശിലാസ്ഥാപനം നടത്തിയ ഈ കടൽപ്പാലം 2018 പണി ആരംഭിക്കുകയും 5 വർഷം കൊണ്ട് തന്നെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. കടൽപ്പാലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ മുതൽ നവി മുംബൈ വരെ ആണ് ഈ കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 22 കിലോമീറ്റർ നീളത്തില് 6 വരി പാതയില് 27 മീറ്റർ വീതിയിലാണ് ഈ കടൽപ്പാലം. കടൽപ്പാലത്തിന്റെ മറ്റു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സുനാമി അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ കടൽപ്പാലം നിലനിൽക്കും എന്നുള്ള ആശങ്കകളൊക്കെ നമുക്ക് കാണും. പക്ഷേ ഒട്ടും പേടി വേണ്ട, വളരെ സുരക്ഷിതമായിട്ടാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദേശാടന പക്ഷികൾക്ക് കടൽ ജീവികൾക്കൊക്കെ സുരക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമുണ്ട്. അവിടെയൊക്കെ മറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാതരം സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വിമർശനങ്ങളും കൂടെയുണ്ട്, കൂട്ടിനുണ്ട് എന്ന് വേണം പറയാൻ. കാരണം പാലത്തിലൂടെ ഈ എന്താ പറയുക, ചെറിയ വാഹനങ്ങൾ അതായത് ഓട്ടോ പോലുള്ള ബസ്സുകൾ ഇതിനൊന്നും പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ടോൾ പിരിവുണ്ട്, കഴുത്തറപ്പൻ ടോൾ പിരിവ് കൂടി പാലത്തിനുണ്ട് എന്നുള്ളതൊരു വിമർശനമായിട്ട് കരുതുന്നു. പക്ഷേ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിസുന്ദരമായ കാഴ്ചകൾ കണ്ട് കടലിലൂടെ ഏകദേശം 16.5 കിലോമീറ്റർ കടലിലും 5 കിലോമീറ്റർ കരയിലും നിൽക്കുന്ന ഈ പാലത്തിലൂടെ സുന്ദരമായി യാത്ര ചെയ്യാം. ഏറ്റവും വലിയൊരു ലാഭമായിട്ട് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽപ്പാലം വഴി പ്രതിദിനം പോകുന്നയാൾക്ക്, മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പ്രതിദിനം പോകുന്ന ആളുകൾക്ക് ഏകദേശം 1 കോടി ലിറ്റർ പെട്രോളാണ് കുറയുന്നത്. അതായത് 10 മില്യൺ ലിറ്ററിന്റെ വ്യത്യാസം വരും. ആ പെട്രോൾ നമുക്ക് ലാഭിക്കാം, അതുവഴി പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നൽകിക്കൊണ്ട് രാജ്യം അതിന്റെ വികസിതമായ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു നല്ല കാഴ്ചകൾ കാണുന്ന ഒരു കടൽപ്പാലം നമുക്കും കൂടി സമ്മാനിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും ഇത് പറ്റുമെന്ന് തെളിയിക്കുകയാണ് മോത്തി. ശരി അനുശ്രീ, നല്ലൊരു ദിവസമായിരിക്കട്ടെ അനുശ്രീക്ക്. ഏതായാലും അത് പൊളിച്ചു. കടൽപ്പാലം നമുക്കും സ്വന്തമായിരിക്കുന്നു. അനുശ്രീ പറഞ്ഞ പോലെ ചൈനക്കാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും ഇതൊക്കെ ലഭിക്കും. നമുക്കൊക്കെ ഇതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുന്നു.